അപ്പോൾ ഞാൻ ഈ ഉദാഹരണം പറഞ്ഞതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വന്ന ഒരു അനുഭവമാണ് നിങ്ങളത് ഷെയർ ചെയ്തത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഡാം പണിയത്തില്ലേ, അതായത് 5 വർഷത്തെ പദ്ധതി ഇടും, 25 വർഷം കൊണ്ട് മക്കളെ അല്ലെ മകനെയോ മകളെയോ അതിനകത്ത് കാസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ടെക്നിക്കൽ ചെയ്യും. ഡെഫിനറ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർഡം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇതിനൊരു പ്രോസസ്സുണ്ട്. ദർസ് എ പ്രോസസ് ടു ക്രിയേറ്റ് എ സ്റ്റാർ. സൂപ്പർ സ്റ്റാർസിൻ്റെ മക്കളുടെ പേര് നിങ്ങൾ നോക്കുക, അതായത് 2, 4, 6, 8 ബാലൻസ്, ഈവൻ നമ്പർ ബാലൻസ് ചെയ്യുന്ന പേരാണ് നമുക്ക് കേൾക്കാൻ റൈം ചെയ്യാനുള്ളത്. നിങ്ങളുടെ മോനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചു. നിങ്ങൾ അവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും പീപ്പിൾ വിൽ നോട്ട് അക്സെപ്റ്റ് ഹിം ഓർ ഹെർ. മോനെയോ മോളെയോ ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ യു ചൂസ് ദ മോസ്റ്റ് സേഫസ്റ്റ് സ്റ്റോറി അവൈലബിൾ. ഇങ്ങനെ പോയി ഒരു 3 or 4 പടം നിങ്ങൾ ചെയ്ത് കഴിയുമ്പം യുവർ കിഡ്സ് വിൽ സ്റ്റാർട്ട് ഗെറ്റിംഗ് ഇൻ കോൾസ്. Welcome to my channel, friends. Exciting episodes, exciting response, exciting question and answers. അപ്പം നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാം. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു ആർട്ടിസ്റ്റ് ഇൻട്രൊഡക്ഷൻ, അതായത് പ്രൊഡ്യൂസേഴ്സ് മക്കളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു രീതി. സോ അതിനെക്കുറിച്ചൊന്ന് ഞാൻ സംസാരിക്കാം. അതായത് 2021, അതായത് ഫസ്റ്റ് ലോക്ക്ഡൗണിന് ശേഷം നടന്നൊരു കഥയാണ്. ഫസ്റ്റ് ലോക്ക്ഡൗൺ കഴിഞ്ഞ് സെക്കൻഡ് ലോക്ക്ഡൗൺ മിഡിൽ നിൽക്കുന്ന ഒരു കഥയാണ്. അതായത് എനിക്കൊരു കോൾ വന്നു. അപ്പോൾ അതായത് ഒരു ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾ, എനിക്ക് അറിയുന്ന ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, പുള്ളിക്കാരൻ്റെ സുഹൃത്ത് ഒരു പടം ചെയ്യാൻ പോവാണ്. ജർമ്മനിയിൽ നിന്നൊരു ഡോക്ടറാണ് കോ പ്രൊഡ്യൂസർ. പുള്ളിക്കാരൻ്റെ സുഹൃത്തുമുണ്ട്, ഇപ്പോൾ സുഹൃത്ത് വിടുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ്റെ സുഹൃത്തിൻ്റെയാണ് സ്ക്രിപ്റ്റ്. അപ്പോൾ എന്നെ വന്നൊന്ന് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനെന്താ. അപ്പോൾ ഞാൻ ഓഫീസിൽ ഒരു 2 പേരെ മീറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ജർമ്മനിയിലുള്ള ഡോക്ടർ എന്ത് ചെയ്യും, ഡോക്ടർ വന്നുകൊണ്ടിരിക്കുകയാണ്, 30 days വെക്കേഷൻ എടുത്ത് വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ചോദിച്ചു എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. പറഞ്ഞ് നിങ്ങൾക്ക് ജിസ് ജോയുടെ ഡേറ്റ് ഉണ്ട്, ഞങ്ങൾക്ക് ജിസ് ജോയിനെ വെച്ചിട്ട് പടം ഡയറക്റ്റ് ചെയ്യണം. അപ്പോൾ ഈ സംഭവം നടക്കുന്നത് ഒരു മെയ്യിലാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു മെയ് ജൂണിലാണ് നടക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞില്ല, ജൂലൈയിൽ ഞങ്ങൾക്ക് ഷൂട്ടിന് കാരണം ഡോക്ടർ ഓൾറെഡി വെക്കേഷന് വരുവാണ്, അപ്പോൾ വെക്കേഷൻ പീരീഡിൽ ഷൂട്ട് തീർക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചു ജിസ് ജോയുടെ കാര്യങ്ങളെ കുറിച്ച് ആരാ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചത്, എന്താണ് സംസാരിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ ഓൾറെഡി പ്രീ പ്ലാൻഡ് ആയിട്ടാണ് വന്നേക്കുന്നത്. അതായത് 4 crore പ്രൊജക്റ്റ് ആവും. പിന്നെ സൺഡേ ഹോളിഡേയുടെ എഡിറ്ററാണ് ഇവരെ കണക്ട് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കഥകളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു സൺഡേ ഹോളിഡേയുടെ എഡിറ്ററോ രതീഷ് ആണോ എന്ന് ചോദിച്ചു. രതീഷ് രാജ് ആണ് സൺഡേ ഹോളിഡേ എഡിറ്റിംഗ് ചെയ്തത്. പറഞ്ഞു രതീഷ് അല്ല, വേറൊരാളുടെ പേര് പറഞ്ഞു. ഞാൻ പറഞ്ഞ സുഹൃത്തെ ആ വ്യക്തിനെ എനിക്കറിയത്തില്ല, സൺഡേ ഹോളിഡേയുമായിട്ട് എന്താ ബന്ധമൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ അന്നേരം തന്നെ എൻ്റെ മുമ്പിൽ നിന്ന് അവർ വിളിച്ചു. അപ്പം ഈ വ്യക്തി ഇപ്പം പ്രൊഡ്യൂസർ എത്തിയല്ലോ, കോ പ്രൊഡ്യൂസർ ഇവിടെ വന്നല്ലോ. അപ്പം വ്യക്തി ഓൾറെഡി കോഴിക്കോട് നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞു, അത് കോ പ്രൊഡ്യൂസറിനെ കാണാൻ വേണ്ടി, പ്രൊജക്റ്റ് മുമ്പോട്ട് എടുക്കാൻ വേണ്ടി. അപ്പം എന്തായാലും അപ്പം എനിക്ക് ഫോൺ തന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ ഏത് സൺഡേ ഹോളിഡേ എന്തായിട്ടാണ് വർക്ക് ചെയ്തത്, രതീഷ് രാജിൻ്റെ കൂടാണ് വർക്ക് ചെയ്തത്? അല്ല, രതീഷ് രാജിൻ്റെ കൂടെ. അപ്പം ഈ ഞാൻ എന്ത് ചോദിച്ചാലും അതിന് ഉഴപ്പി ഉത്തരം പറയുക. പിന്നെ അവസാനം പുള്ളി പറഞ്ഞു ഇല്ല ഞാൻ സ്പോട്ടിൻ്റെ കൂടെ വന്നാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ സ്പോട്ട് എഡിറ്റർ ആയിരുന്നു? അല്ല, സ്പോട്ട് എഡിറ്റർ അല്ല, ഞാൻ വേറെ പടത്തിൻ്റെ സ്പോട്ടായിരുന്നു, അപ്പോൾ എന്നെ സഹായത്തിന് വിളിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞു വന്നപ്പോഴത്തേക്കിന് സൺഡേ ഹോളിഡേയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ പ്രൊഡക്ഷൻ ടീമിനടുത്ത് പറഞ്ഞേക്കുന്നത് സൺഡേ ഹോളിഡേക്ക് വർക്ക് ചെയ്ത് ഞാൻ എഡിറ്ററായിട്ട് വർക്ക് ചെയ്ത ആളാണ്, അപ്പം പുള്ളി തന്നെ പ്രൊഡക്ഷൻ കൺട്രോളിനെ വെച്ച് തരാം എന്നൊക്കെയുള്ള ഓഫേഴ്സ്. അപ്പം ഞാൻ ഈ കോ പ്രൊഡ്യൂസറെടുത്ത് പ്രായമുള്ള കക്ഷിയാണ്, ഒരു 50 വയസ്സ്, 50 അല്ല, ഒരു 60 വയസ്സിന് മേളിലുണ്ടാക്കിയ ആളാണ്. അപ്പം ഞാൻ ചോദിച്ചു ജിസിനെ കൊണ്ട് പടം ചെയ്യിപ്പിക്കുന്ന അവിടെ നിൽക്കട്ടെ, 1-2 കാര്യം. ആരാണ് നിങ്ങളുടെ അടുത്ത് 4 കോടി ബഡ്ജറ്റ് പറഞ്ഞത്? ഫസ്റ്റ് കോപ്പി, അതായത് പടം ഷൂട്ട് ചെയ്യാൻ 4 കോടി രൂപ വേണം, അത് മറ്റേ ആ എഡിറ്ററാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ശരി. അപ്പോൾ ഞാൻ ചോദിച്ചു സ്ക്രിപ്റ്റ് അറിയണം, സ്ക്രിപ്റ്റ് ആരാണ് ചെയ്തേക്കുന്നത്? പറഞ്ഞു സ്ക്രിപ്റ്റ് ഞാനാണ് ചെയ്തേക്കുന്നത്. നല്ലത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എനിക്കൊന്ന് സ്ക്രിപ്റ്റ് വായിക്കാൻ താ, ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് അതിൻ്റെ ഒപ്പീനിയൻ പറയാം എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് നമുക്ക് മുമ്പോട്ട് കാര്യങ്ങൾ എടുക്കാം. അപ്പോൾ ഇല്ല, സ്ക്രിപ്റ്റ് വായിക്കാൻ തരാൻ പറ്റത്തില്ല, കാരണം സ്ക്രിപ്റ്റ് ഞങ്ങൾ വർഷങ്ങളായിട്ട് എഴുതി വെച്ചിരിക്കുന്ന സ്ക്രിപ്റ്റാണ്, വേറൊരാൾക്ക് വായിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ പടം ലീക്കാവും, അതായത് സ്റ്റോറി ലീക്കാവും. ഞാൻ പറഞ്ഞു ശരി.
അതും അംഗീകരിച്ചു. എനിക്ക് നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ. അപ്പം ഞാൻ ചോദിച്ചു, അപ്പം ഇനി എങ്ങനെയാണ് മുമ്പോട്ട് വരുന്നത്? അല്ല, ഞങ്ങൾക്ക് പെട്ടെന്ന് ജൂലൈയിൽ ഷൂട്ട് ചെയ്യണം. അപ്പം നിങ്ങളുടെ കയ്യിൽ ജിസ്സിൻ്റെ ഡേറ്റ് ഉണ്ടാവുമല്ലോ, നമുക്കപ്പം പെട്ടെന്ന് അങ്ങ് തുടങ്ങാം. അപ്പം ഞാൻ ചോദിച്ചു, ആരാണ് ആർട്ടിസ്റ്റ്? അത് ജർമ്മനിയിൽ നിന്ന് വരുന്ന ഡോക്ടറിൻ്റെ മോനാണ് അഭിനയിക്കുന്നത്. ഓക്കെ. അപ്പം ഞാൻ ചോദിച്ചു, അപ്പോൾ ഇതിനു മുമ്പ് ആ പയ്യൻ അഭിനയിച്ച പടങ്ങൾ? ഇല്ല, അത് ഡെബ്യൂ ആണ്, ഫസ്റ്റ് പടമാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഏതെങ്കിലും പുന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചതാണോ? അല്ല, പുള്ളി ബിടെക് കഴിഞ്ഞ് ചുമ്മാ നിൽക്കുവാണ്. അപ്പം പുള്ളിക്ക് അഭിനയ മോഹമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇതിനിറങ്ങി പുറപ്പെടുക. അപ്പോൾ ഡോക്ടർ ഫണ്ട് ചെയ്യുന്നു, പുള്ളിക്കാരൻ്റെ സ്ക്രിപ്റ്റ് പുള്ളി അതിനകത്തൊരു കോ പ്രൊഡക്ഷൻ ചെയ്യുന്നു. അപ്പം ഞാൻ ഈ വന്ന വ്യക്തി അടുത്തും ഈ ഉയർന്ന ഉദ്യോഗസ്ഥരും അടുത്തിരിപ്പുണ്ട് ഓഫീസിൽ, നമ്മൾ ഓഫീസിൽ നിന്നാണ് സംസാരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, സുഹൃത്തെ, ഒന്നാമത്തെ കാര്യം, നിങ്ങൾ തെറ്റായ രീതിയിലാണ് കാര്യങ്ങൾ എടുക്കുന്നത്. അപ്പം പ്രീ പ്രൊഡക്ഷനെ കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ ഇവരൊരു വാക്ക് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. അത് ഞാൻ ചോദിച്ചു, പ്രീ പ്രൊഡക്ഷൻ ചെയ്യണ്ടേ? ഒരു 2-3 മാസം നമുക്ക് പ്രീ പ്രൊഡക്ഷൻ ചെയ്തിട്ടല്ല നിങ്ങൾക്ക് ഷൂട്ടിന് കയറാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ പ്രായമുള്ള കക്ഷി, അതായത് ഈ സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെ അടുത്ത് പറയുവാണ്, പ്രീ പ്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങളെല്ലാം സെറ്റാണ്, നിങ്ങൾ ജിസ്സിൻ്റെ ഡേറ്റ് എടുത്ത് തരുക, നമ്മളിന്ന് ജൂലൈയിൽ ഷൂട്ട് ചെയ്യുന്നു, ഡോക്ടർ പോകുന്നതിന് മുമ്പ് ഷൂട്ടിങ് തീർത്തിട്ട് പണി തീർത്തിട്ട് പോകുന്നു. അപ്പം ഇതുകൂടെ കേട്ടപ്പോൾ ഞാൻ മനസ്സിലായി, ഞാൻ ഇവരെ നന്നാക്കാൻ ഇറങ്ങിയിട്ട് യാതൊരു കഥയില്ല. ഇവർ ഏതോ ഒരു അള്ളിൽ കൊണ്ടുവന്നിട്ട് പെട്ട് കിടക്കുന്നുണ്ട്. അതായത് ഒന്നുമില്ല, അതായത് സൺഡേ ഹോളിഡേയുടെ എഡിറ്റർ എന്ന് അവകാശപ്പെടുന്ന ആൾ ഏതോ പ്രൊഡക്ഷൻ കൺട്രോളർ, അവർ പറഞ്ഞ കഥയാണ്, പ്രൊഡക്ഷൻ കൺട്രോളർ എല്ലാം കൂടെ ചേർന്നിട്ട് ഇവരുടെ 4 കോടി രൂപ അടിച്ചു മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇവർ തന്നെ സ്വന്തം സ്ക്രിപ്റ്റ് സൂപ്പറാണെന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നു, ഡോക്ടറിൻ്റെ മോനെ അഭിനയിപ്പിക്കുന്നു, 4 കോടി ബഡ്ജറ്റുണ്ട്. ഈ 4 കോടിയുടെ കണക്ക് എങ്ങനെ കിട്ടി എന്ന് എനിക്കറിയില്ല. അപ്പം അങ്ങനെയുള്ളവരെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. അപ്പം ഞാൻ ഇത്രയും മാത്രം അവരുടെ അടുത്ത് പറഞ്ഞു, ദയവ് ചെയ്ത് നിങ്ങൾ ആലോചിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക. ജിസ്സിൻ്റെ ഡേറ്റ് എന്തായാലും നിങ്ങൾക്ക് കിട്ടത്തില്ല. ഈ പ്രൊജക്റ്റിനും നിങ്ങളുടെ മോനെ വെച്ച് ഷൂട്ട് ചെയ്യാനും ജിസ്സിൻ്റെ ഡേറ്റ് കിട്ടത്തില്ല. പിന്നെ നിങ്ങൾ 4 കോടിയല്ല 5 കോടി തരാമെന്ന് പറഞ്ഞാലും ഞാൻ ഈ പടത്തിൻ്റെ ഭാഗമാകാനും ഉദ്ദേശിക്കുന്നില്ല. അതായത് സ്ക്രിപ്റ്റ് ഇപ്പം എൻ്റെ ബാനർ വെച്ചിട്ട് എന്നെ പ്രൊഡ്യൂസറായിട്ട് നിർത്തിയിട്ട് നിങ്ങൾക്ക് പടം ഷൂട്ട് ചെയ്യണം, എൻ്റെ ബാനർ വാല്യൂ നിങ്ങൾക്ക് എടുക്കണം, പക്ഷെ നിങ്ങളുടെ സ്ക്രിപ്റ്റ് വായിക്കാൻ തരാൻ പറ്റത്തില്ല. അതായത് അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് തന്നെ വിശ്വാസമില്ല, ഞാൻ ഈ പടം അടിച്ചു മാറ്റും എന്നുള്ളതാണ് നിങ്ങളിത്. ഞാൻ പറഞ്ഞു, ദയവ് ചെയ്ത് നിങ്ങൾ വേറെ, ഇപ്പം സൺഡേ ഹോളിഡേ എഡിറ്റർ അല്ലേ, അപ്പോൾ ആ എഡിറ്ററിൻ്റെ അടുത്ത് പറ, ജിസ്സിൻ്റെ ഡേറ്റ് നേരിട്ട് പോയി എടുക്കാൻ പറ, എൻ്റെ ആവശ്യമില്ല, എന്നെ ഇതിനെ ഇടനില നിർത്തേണ്ട കാര്യമില്ല, നിങ്ങൾ നേരിട്ട് പോയി എടുക്കുക, ജിസ്റ്റ് സമ്മതിക്കുവാണെങ്കിൽ നിങ്ങൾ മോനെ വെച്ച് ഷൂട്ട് ചെയ്ത് പോകും. ഇത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു എക്സാമ്പിളാണ്, എങ്ങനെയാണ് ആൾക്കാർ ഇവിടെ വന്ന് അത് പറ്റിക്കപ്പെടാൻ വേണ്ടി വന്ന് കിടക്കുവാണ്. അത് നിങ്ങൾക്ക് തന്നെ അറിയാം. ഈ പ്രേക്ഷകരായ നിങ്ങൾ എത്ര പടങ്ങൾ കാണുന്നതാണ് ഒരു വർഷം? നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു പുതുമുഖ നായകനെ വെച്ചിട്ട് ഒരാൾ പടം എടുക്കാൻ ഇറങ്ങുന്നു, അവകാശപ്പെടുന്നു, അതായത് ഇന്ന എഡിറ്ററാണ്, സൺഡേ ഹോളിഡേ എഡിറ്ററാണെന്ന് അവകാശപ്പെടുന്നു. ഇങ്ങനെയുള്ള, അതായത് ടോട്ടലി ഇത് വർക്കൗട്ടബിൾ അല്ലാത്ത 4 കോടി രൂപയ്ക്ക് ഒരു പടമൊക്കെ എടുക്കാൻ ഇറങ്ങിയത് ബോളിവുഡൊന്നും അല്ലല്ലോ. അപ്പം അത് അവരുടെ പൈസ പോയോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല, അതിനെക്കുറിച്ച് പിന്നീട് ഞാൻ അന്വേഷിച്ചിട്ടില്ല. അപ്പം ഞാൻ ഈ ഉദാഹരണം പറഞ്ഞതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് വന്ന ഒരു അനുഭവമാണ് നിങ്ങളത് ഷെയർ ചെയ്തത്. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് മക്കളെയും കൊണ്ടിറങ്ങും, അതായത് സ്ക്രിപ്റ്റും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് പല പ്രൊജക്റ്റിനും ഫണ്ട് ചെയ്യും, മക്കളെ അതിനകത്ത് കയറ്റും, മോളെ ഡാൻസ് പഠിപ്പിക്കാൻ കയറ്റും, മോനെ കയറ്റും, ഇങ്ങനെ പല ഇതും നടക്കുന്നുണ്ട്. എൻ്റെ സുഹൃത്ത് പറഞ്ഞൊരു കഥയുണ്ട് ദുബായിൽ നിന്ന്. അതായത് ദുബായിലുള്ള ഒരു പ്രൊഡ്യൂസർ മോളെ നായികയാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു. നായിക അങ്ങനെ ഒരു ഡയറക്ടറിനെ കണ്ടുപിടിച്ചു, ഒരു കഥ കണ്ടുപിടിച്ചു, ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തു. 12 കോടി രൂപയായിട്ടും ഷൂട്ട് തീർന്നിട്ടില്ല. അത് ഷൂട്ടിംഗ് കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഡാം പണിയത്തില്ലേ, അതായത് 5 വർഷത്തെ പദ്ധതി ഇടും, 25 വർഷം കൊണ്ട് തീർക്കും. 25 വർഷവും കുറേ പേർക്ക് തൊഴിൽ കിട്ടും, കുറേ പേര് ജീവിച്ചു പോകും എന്ന് പറഞ്ഞ പോലെ ആ പടത്തിന് അങ്ങനെ ഉണ്ട്. ആ പടത്തിൻ്റെ അവസ്ഥ എന്തായെന്നൊന്നും എനിക്കറിയില്ല. 12 കോടി രൂപ എത്തിയപ്പോൾ നിർത്തിയിട്ടു എന്ന് മാത്രം അറിയാം. 12 കോടി രൂപയായിട്ട് പോലും ഒരു പുതുമുഖ നായികയെ വെച്ചിട്ട് അവരൊരു പടം എടുത്തിട്ട് തീർന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഇത് സത്യമാണോ മിഥ്യയാണോ എന്ന് എനിക്കറിയത്തില്ല, എനിക്ക് നേരിട്ട് അനുഭവമില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആസ് എ പ്രൊഡ്യൂസർ നിങ്ങൾ ഒരു പടം പിടിക്കാൻ ഇറങ്ങുന്നു, മക്കളെ അല്ലെ മകനെയോ മകളെയോ അതിനകത്ത് കാസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ടെക്നിക്കൽ ചെയ്യും. ഡെഫിനറ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചാടിക്കേറി അവരെ ഫ്രണ്ടിലേക്ക് ലിഫ്റ്റ് ചെയ്യാതിരിക്കുക. അതൊന്നും. രണ്ടാമത്തെ കാര്യം, സ്റ്റാർഡം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇതിനൊരു പ്രോസസ്സുണ്ട്. ദർസ് എ പ്രോസസ് ടു ക്രിയേറ്റ് എ സ്റ്റാർഡം. ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ് പേര്.
മക്കൾക്ക് നിങ്ങൾ വലിയച്ഛൻ്റെ പേരും അപ്പച്ചൻ്റെ പേരും ഒക്കെ കൂടി ചേർത്തിട്ട്, അല്ലെങ്കിൽ പപ്പയുടെ പേരും ഒക്കെ കൂടി ചേർത്തിട്ട് മക്കൾക്ക് ഒരു പേരിടും. ആ പേര് വെച്ചിട്ട് നിങ്ങൾ ആ പേര് വെച്ച് തന്നെ ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങാൻ നോക്കും. സംടൈംസ് നെയിംസ് ഡു നോട്ട് റൈം. റൈമിങ് നെയിംസ് ഉണ്ട്. അതായത് സൂപ്പർ സ്റ്റാർ കിഡ്സിന്, സൂപ്പർ സ്റ്റാറുകൾ ഇത് മനസ്സിലാക്കിയ സൂപ്പർ സ്റ്റാർസിൻ്റെ മക്കളുടെ പേര് നിങ്ങൾ നോക്കുക, എല്ലാം ഇടിവെട്ട് പേരുകളാണ്. ബിക്കോസ് they foresee that my kid, my son or my daughter will become a heroine or hero. ഇതൊരു ഫോർസിയബിൾ ഫ്യൂച്ചറിൽ അവർക്ക് കാണാൻ പറ്റും. ബിക്കോസ് ദേ ആർ ഇൻ ദാറ്റ് സ്റ്റാച്ചർ, ദേ നോ ഹൗ ടു ബ്രിങ് ദം അപ്പ്. അതൊരു ഡോക്ടറിൻ്റെ മോനെ ഡോക്ടറാക്കുന്ന പോലെ തന്നെ ഒരു നടൻ്റെ മകനെ നടനാക്കാൻ ആ നടനറിയാം വാട്ട് പിറ്റ് ഫോൾസ് ദേ ഡിഡ്, ദേ ഡോണ്ട് വാണ്ട് ദെയർ കിഡ്സ് ടു ഡു ഇറ്റ്. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ, ഡസ് ഹിസ് നെയിം സ്യൂട്ട് ദി ഇൻഡസ്ട്രി? ഈ പേര് എന്ന് പറയുമ്പം അവിടെയും നമുക്കൊരു ഒരു ഈവൻ നമ്പർ ബാലൻസിങ് ഉണ്ട് പേര്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കുടുംബ പേര് വെച്ചിട്ടുള്ള നായകന്മാർ ഇവിടെ ഓടാറില്ല. ഞാൻ എക്സാമ്പിൾസ് ഒന്നും പറയുന്നില്ല, നിങ്ങൾ തന്നെ തപ്പിയെടുക്കുക. കുടുംബ പേര് ബാല്, അതായത് ഒരു പേര് കുടുംബ പേര്, ഇങ്ങനെയുള്ള നായകന്മാർ ഇവിടെ ഓടാറില്ല. പ്രത്യേകിച്ചും അമേരിക്കയിൽ നിന്ന് വരുന്ന ആൾക്കാർ ഈ അമേരിക്കയിൽ ചെന്ന് കഴിയുമ്പം ഇവിടെ ഫ്ലാറ്റിൻ്റെ നമ്പരും വീട്ടിൻ്റെ പേരും അങ്ങനെയൊക്കെ അറിഞ്ഞുകൊണ്ടിരുന്ന പല ആൾക്കാരും അവിടെ ചേരുമ്പം പെട്ടെന്ന് കുടുംബ പേര് വാലായിട്ട് അങ്ങ് സ്വീകരിക്കും. കാരണം അസോസിയേഷനിലൊക്കെ അങ്ങനെയാണ്, കുടുംബ പേര് വാലായിട്ട് സ്വീകരിച്ചിട്ട് ആ കുടുംബ പേര് പിന്നെ അവരുടെ പേര്, അങ്ങനെയാണ് ഇവർ അറിയപ്പെടുന്നത്. ഈ ഒരു സ്ട്രാറ്റജി മലയാളം ഇൻഡസ്ട്രിയിൽ വർക്കൗട്ട് ആവത്തില്ല. ഇവിടെ കുടുംബ പേരിട്ട നായകന്മാരൊന്നും ഓടിയിട്ടില്ല. നായകനാക്കാൻ അതൊരു ഡ്രോബാക്ക് ആയിട്ടാണ് ഇവിടെ കാണുന്നത്. ഒന്ന്. രണ്ട്, നിങ്ങളുടെ മക്കൾക്ക് ഏത് പേരിട്ടാലും ഇറ്റ് ഹാസ് ടു ബി, ഇൻഡസ്ട്രിയിൽ വരുമ്പം യു ചേഞ്ച് ദ നെയിം അതായത് ഒരു സ്യൂഡോ നെയിം ക്രിയേറ്റ് ചെയ്യുക ഫോർ എ ഹീറോ ഹീറോയിൻ. നല്ലൊരു പേര് റൈം ചെയ്യാൻ പറ്റുന്ന, ഇറ്റ് ഷുഡ് ബാലൻസ് അക്രോസ് ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റീസ്. അങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു പേര് നിങ്ങൾ കണ്ടുപിടിക്കണം. അത് ഈവൻ നമ്പർ ബാലൻസിങ് ആണെങ്കിൽ നിങ്ങൾ ഫേമസ് പേരുകളെല്ലാം നോക്കുക. ആസിഫ് അലി ഉദാഹരണം, മഞ്ജു വാര്യർ, ദുൽഖർ സൽമാൻ, DQ. പിന്നെ ഇങ്ങോട്ട് വരുമ്പം ഇഷ്ടം പോലെ ഉണ്ണി മുകുന്ദൻ, ഇങ്ങനെയുള്ള പേരുകൾ നോക്കുക. ഇറ്റ് ഈസ് ബാലൻസിങ് അറ്റ് 2, അതായത് 2, 4, 6, 8 ബാലൻസ്, ഈവൻ നമ്പർ ബാലൻസ് ചെയ്യുന്ന പേരാണ് നമുക്ക് കേൾക്കാൻ റൈം ചെയ്യാനുള്ളത്. വിജയ് ദേവർകൊണ്ട എന്ന് പറയുമ്പോൾ, കൊരട്ടല ശിവ ഡയറക്ടറാണ്. ഇങ്ങനെയുള്ള മഹേഷ് ബാബു. അപ്പോൾ ഇങ്ങനെയുള്ള പേരുകൾ വെക്കുക. ഇറ്റ്സ് റൈംസ്. ഫുൾ സ്റ്റോപ്പ് ഉള്ള പേരുകൾ ഇടാതിരിക്കുക. സോ വാട്ട് ഈസ് എ ഫുൾ സ്റ്റോപ്പ് പേര്? T, N, അങ്ങനെ കുറേ ആൽഫബറ്റ്സ് ഉണ്ട്, ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ഉണ്ട്. അങ്ങനെയുള്ള പേരുകൾ ഇടരുത് എന്ന് പറയും. ഫുൾ സ്റ്റോപ്പ്, ഇറ്റ്സ് എ ഫുൾ സ്റ്റോപ്പ്. കണ്ടിന്യൂവേഷൻ പേരുകൾ, സോ എനി നെയിംസ് വിച്ച് ഹാസ് എ കണ്ടിന്യൂവേഷൻ ആൽഫബറ്റ് ഈസ് ബെറ്റർ റൈമിങ് ടു യുവർ ഇയേഴ്സ്. ഇതൊരു പേരിൻ്റെ ഒരു സൈക്കോളജി കേട്ടോ. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഗൂഗിളൊക്കെ അടിച്ചാൽ നിങ്ങൾക്ക് അത് കിട്ടും. എക്സാമ്പിൾസ് AEIOUY ഇങ്ങനെയുള്ള എൻഡിങ് വരുന്ന പേരുകൾ ഇടുമ്പം അതിന് ഒരു കണ്ടിന്യൂസ് ഉണ്ട്. തമിഴ് ആൾക്കാർ തിരുക്കുറൽ, അങ്ങനെ പല ഭാഷയിൽ പല ഇതിലാണ് ഇത് അറിയപ്പെടുന്നത്. സോ അത് നിങ്ങൾ ആദ്യം ചെയ്യുക. സോ തന്നെ മോനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചു, ഇത് ചെയ്യാം. ഞാൻ ഇത്ര വ്യക്തമായിട്ട് പറയുന്നത് വെച്ചാൽ ഒരു ഡീറ്റെയിൽഡ് മെയിൽ വന്ന് കിടപ്പുണ്ട്, ഒരു മോനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിട്ട് അവർക്ക് പറ്റിയ പറ്റുകളൊക്കെ. സോ അതിനു വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ അഡ്രസ്സ് ചെയ്യുന്ന ആൾക്ക് അത് മനസ്സിലാവുമെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ അത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മോനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചു. അത് നിങ്ങളുടെ കയ്യിൽ കാശുണ്ട്, അപ്പോൾ നിങ്ങൾ മോനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചു. മോളെക്കാട്ടി കൂടുതൽ മോനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെയാണ് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ മോൻ എന്ന് ഞാൻ പറയുന്നത്. സോ നിങ്ങളുടെ മോനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചു. നിങ്ങൾ അവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും സ്വന്തം പ്രൊഡക്ഷൻ ബാനറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാതിരിക്കുക. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ചാൻസ് തരി നടക്കുന്നുണ്ട്. അവർക്ക് സാമ്പത്തികമില്ല. സാമ്പത്തികം ഉണ്ടായിരുന്നെങ്കിൽ കഴിവുള്ള ഒരുപാട് ആൾക്കാരുള്ള ഇൻഡസ്ട്രിയാണ്. ഒരുപാട്, ഈവൻ 1, 2 പ്രാവശ്യം തല കാണിച്ചിട്ട് പിന്നെ തല കാണിക്കാൻ പറ്റാതെ പോയ ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള ഇൻഡസ്ട്രിയാണ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ കാശിൻ്റെ ബലത്തിൽ നിങ്ങൾ വരും. അതായത് മോനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി. മോനെ ചിലപ്പോൾ ഒന്നും അറിയത്തില്ലായിരിക്കും, ചിലപ്പോൾ എല്ലാം അറിഞ്ഞിട്ടായിരിക്കും. അതായത് ഡാൻസ് പോയി, വലിയ സ്കൂളിൽ പോയിട്ട് ഡാൻസ് പഠിച്ചു, ഫൈറ്റ് പഠിച്ചു, ആക്ടിങ് ക്ലാസ്സിന് പോയി, ഇതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ വരുന്നത്. പക്ഷെ പ്രൊഡ്യൂസറിൻ്റെ മോനാണ് എന്നുള്ള ഒറ്റ ബലത്തിൽ ഈ മകനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വരുമ്പം ഒരു റിവേഴ്സ് പുഷ് വരും ജനങ്ങളുടെ സൈഡിൽ നിന്ന്. പീപ്പിൾ വിൽ നോട്ട് അക്സെപ്റ്റ് ഹിം ഓർ ഹെർ. അതിന് നിങ്ങൾ ചെയ്യേണ്ട ട്രിക്ക് എന്ന് വെച്ചാൽ, ഫൈൻഡ് എ പ്രൊഡക്ഷൻ ബാനർ ടു ലോഞ്ച് ദ സൺ
വിത്ത് എ പ്രോപ്പർ സ്ട്രാറ്റജി ഓവർ ദർ. മോനെയോ മോളെയോ നിങ്ങൾ ലോഞ്ച് ചെയ്യാനായിരുന്നു വേറൊരു പ്രൊഡക്ഷൻ ബാനറിൽ. കഥ കേൾക്കാൻ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ കാര്യമുണ്ട്. കഥ, ചൂസിങ് ദ സ്റ്റോറി ഇസ് ടു ക്രിട്ടിക്കൽ. മോനെയോ മോളെയോ ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ യു ചൂസ് ദ മോസ്റ്റ് സേഫസ്റ്റ് സ്റ്റോറി അവൈലബിൾ. നിങ്ങൾ പല കഥകളും കേൾക്കും, അതിനകത്ത് ഏറ്റവും സേഫ് ബെറ്റായിട്ടുള്ള ജോണേഴ്സ് ചൂസ് ചെയ്യുക. ജോണേഴ്സ് സേഫ് ബെറ്റർ ജോണേഴ്സ് എന്ന് പറഞ്ഞാൽ റൊമാൻസ്, ഫാമിലി, ഫൈറ്റ് ഈസ് എ സേഫ് ബെറ്റ് ഇഫ് യു ഡു ഇറ്റ് പ്രോപ്പർലി. ഇങ്ങനെയുള്ള ജോണേഴ്സ് നിങ്ങൾ ചൂസ് ചെയ്യുക. ഒന്ന്. അടുത്തത്, ഒരിക്കലും നിങ്ങളുടെ മകൻ ഹീറോ ആയിട്ട് അഭിനയിക്കുമ്പം ഹീറോയിനായിട്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിനെ വെക്കാൻ പാടില്ല. ഇപ്പം നിങ്ങൾക്കൊരു സംശയം തോന്നില്ല, എന്താ അതൊരു വല്ലാത്തൊരു കണ്ടീഷനാണല്ലോ. യു ലുക്ക് അറ്റ് ഓൾ ദി സക്സസ്ഫുൾ പെയർസ്, സക്സസ്ഫുൾ ലോഞ്ചസ്, ഹോളിവുഡ് മുതൽ ബോളിവുഡ് മുതൽ ഇങ്ങോട്ട് എല്ലാ പേരിലും നിങ്ങൾ നോക്കുക, ശ്രദ്ധിച്ചു നോക്കുക. ഫസ്റ്റ് മൂവി, ഹീറോയുടെ ഫസ്റ്റ് മൂവിക്കകത്ത് they usually do not place another experienced heroine. They always place another debut. അത് നിങ്ങൾ ഓഡിഷൻ ചെയ്തിട്ട് എടുക്കാം, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ദ റീസൺ ബീയിങ് ഈസ് ദാറ്റ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് വരുമ്പം ഫസ്റ്റ് ടൈം നോ മാറ്റർ ഏത് സ്കൂളിൽ മകൻ പഠിച്ചു, മറ്റേ അനുപം കെയർ സ്റ്റുഡിയോയിൽ പഠിച്ചു, അവിടെ പഠിച്ചു, ഇതൊന്നും വരില്ല. ക്യാമറയുടെ മുമ്പിൽ വരുമ്പം നെർവസ്നെസ്, ഡയലോഗ് ഡെലിവറി ടൈമിങ്, മനസ്സിലൊരു ഡയലോഗ് ചിന്തിക്കും, പ്രോംപ്റ്റ് ചെയ്യും, അത് മനസ്സിലേക്ക് പോവും, തിരിച്ച് ഡയലോഗ്സായിട്ട് വരും, സ്പ്ലിറ്റ് സെക്കൻഡ് ഡിലേ. ഇതൊക്കെ പ്രേക്ഷകൻ തിയേറ്ററിൽ ഇരുന്ന് പിടിച്ചെടുക്കും. അതേസമയം ഓപ്പോസിറ്റ് സൈഡിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റൂടെ ആണെങ്കിൽ നമ്മൾ ഒരു സ്ലാങ്ങിൽ പറയും, അവൻ അവളെ വിഴുങ്ങി എന്ന് പറയും. അതായത് പല പടത്തിലും ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഹീറോ ലോഞ്ച് ചെയ്ത പടങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ആർട്ടിസ്റ്റാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നെങ്കിൽ അഭിനയത്തിൻ്റെ കാര്യത്തിൽ സ്ക്രീനിൽ നോക്കുമ്പം വിഴുങ്ങിയത് കാണാൻ പറ്റും നിങ്ങൾക്ക്. അതായത് നായികനെ വിഴുങ്ങി, ബിക്കോസ് ഷീ ഈസ് ടു എക്സ്പീരിയൻസ്ഡ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ജോണർ ചൂസിങ്, ഞാൻ ഫൈറ്റ് ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ. ഈ ഫൈറ്റ് ചൂസ് ചെയ്യുമ്പം ഫസ്റ്റ് മൂവി തന്നെ എക്സ്ട്രാ മസാല ആക്കേണ്ട കാര്യമില്ല. യു ക്യാപ്ചർ എ പർട്ടിക്കുലർ ജോണർ ആൻഡ് ഗോ എക്സ്ട്രീം ഇൻ ഇറ്റ്. ഇപ്പം നമ്മുടെ ലാലേട്ടൻ്റെ മോന് പ്രണവിനെ ലോഞ്ച് ചെയ്തപ്പം നിങ്ങൾ കണ്ടു കാണും, ആദി എന്ന് പറയുന്ന പടത്തിലാണ് ലോഞ്ച് ചെയ്തത്. വലിയ അഭിനയ പ്രതിഭ കാഴ്ചവെക്കേണ്ട പടങ്ങളൊന്നും ആയിരുന്നില്ല അത്. ബിക്കോസ് മെജോറിറ്റി ഓഫ് ദ ഷോട്ട്സ്, ഐ വിൽ സേ 40% ഓഫ് ദ ഷോട്ട്സ് പുള്ളി പാർക്കർ കാണിക്കുന്നതായിരുന്നു. ചാടിപ്പോന്നു, ഓടിപ്പോന്നു, മറിയുന്നു, ഇതൊക്കെയാണ് പാർക്കർ ആയിരുന്നു എൻ്റെ അച്ഛത്തെ. പാർക്കർ മലയാളികൾ അന്ന് വരെ പാർക്കർ അത് യൂഷ്വലായിട്ട് കണ്ടിട്ടില്ല. ബോളിവുഡിൽ ടൈഗർ ഷ്രോഫും ബാക്കിയുള്ളവരും ഒക്കെ പാർക്കർ കാണിക്കാറുണ്ട്, പക്ഷെ മലയാളത്തിൽ അത് കണ്ടിട്ടില്ല. അതുകൊണ്ട് അതൊരു പുതുമയായിരുന്നു. സോ വാട്ട് ഹാപ്പൻ, ദേ വെൻ ടു ദ എക്സ്ട്രീം ഓഫ് ദ പാർക്കർ. അതായത് അവിടെ ചാടുന്നു, ഇവിടെ ചാടുന്നു. അങ്ങനെ ടോട്ടൽ മൂവി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പ്രണവിന് അഭിനയിച്ച് മറിക്കേണ്ട ഒരു സന്ദർഭങ്ങളും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടായ സന്ദർഭങ്ങളിൽ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഒക്കെ നിന്ന് അഭിനയിക്കുന്ന ക്ലോസ് കൺഫൈൻഡ് പ്ലേസിൽ അഭിനയിക്കുന്ന സീനുകളുണ്ട്. അവിടെയൊക്കെ പ്രണവ് നന്നായിട്ട് പാടുകയും ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഇറ്റ്സ് എ ഫസ്റ്റ് മൂവി. ഒബ്വിയസ്ലി ഫസ്റ്റ് മൂവി ആകുമ്പം നമ്മളൊരു ലീനിയൻസി കൊടുക്കും. പിന്നെ പ്രണവിന് കിട്ടിയ ഒരു ലീനിയൻസി എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ്റെ മോനാണ്. നമ്മളൊക്കെ ആരാധിക്കുന്ന വ്യക്തിയാണ്. ഒരുപാട് ഹീസ് ബീൻ ഇൻ ദ ഇൻഡസ്ട്രി ഫോർ സോ ലോങ്. ഇപ്പം പുള്ളിക്കാരന് കൊടുക്കുന്ന ഒരു ഫ്രീഡം, ഒരു ലീവയുണ്ട്. അത് പ്രൊഡ്യൂസറിൻ്റെ മോന് കിട്ടണമെന്നില്ല. വലിച്ചു കയറി അവർ ഒട്ടിച്ചിട്ട് മടക്കി വെക്കും. ഇതാണ് പല പ്രൊഡ്യൂസേഴ്സിൻ്റെയും മക്കൾക്ക് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പല ആൾക്കാരും ലോഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്, പക്ഷേ ദേ ഹാവ് നോട്ട് റീച്ച് എനിവെയർ. പൈസ ഉള്ളത് കൊണ്ട് മാത്രം ഇങ്ങനെ പടങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെയല്ല, നിങ്ങൾ 1-2 പടം മോനെ വെച്ചിട്ട് ഈ മിസ്റ്ററി പ്രൊഡക്ഷൻ, അതായത് വേറൊരു പ്രൊഡക്ഷൻ ബാനറിൽ മോനെ ലോഞ്ച് ചെയ്തെടുത്തിട്ട് ദ സൺ ഹാസ് ടു ബി കേപ്പബിൾ. അതായത് നിങ്ങൾ ഒരു പക്ഷിനെ പറക്കാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വന്തം പറന്നു പോകണ്ടേ എന്ന് പറഞ്ഞാൽ 2 മൂവി നിങ്ങൾ മോനെ വെച്ച് ലോഞ്ച് ചെയ്തു, 3ാമത്തെ മൂവിക്ക് മോന് അതിനുള്ള അവസരം കിട്ടണം. അനദർ പ്രൊഡ്യൂസർ, അനദർ ഡയറക്ടർ ഷുഡ് കം. അത് നിങ്ങളുടെ പൈസ കണ്ടിട്ടായിരിക്കും ഇത് വരുന്നത്. അതായത് നിങ്ങളുടെ പൈസ കണ്ടിട്ട് മോനെ വെച്ചിട്ട് ഞാൻ എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു തട്ടിക്കൂട്ട് പടം, അങ്ങനെയുള്ള പടങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാത്തിനും ഹെവി ബഡ്ജറ്റാണ്. ഹെവി ബഡ്ജറ്റ് ആക്കുന്നതല്ല, ബിക്കോസ് നിങ്ങളുടെ കണ്ണ് മൂടി കിട്ടുന്നതാണ്. യുവർ ഐസ് ആർ ബീങ് ഷട്ട് ഔട്ട്. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഹെവി ബഡ്ജറ്റിൽ പടം എടുക്കുക, 4 കോടി 5 കോടിക്ക് തീരേണ്ട പടം 7 കോടിക്ക് 8 കോടിക്കും 10 കോടിക്കൊക്കെ എടുക്കുക.
മോനായതുകൊണ്ട് യു ഹാവ് എ സ്ലഷ് ഫണ്ട് ആൻഡ് യു വിൽ എക്സ്പെൻസ് ഇറ്റ്. ഇപ്പം മോഡ കേസാണെങ്കിൽ തന്നെ ഇതൊക്കെ തന്നെ. സോ വാട്ട് ഐ എം ട്രൈങ് ടു ടെൽ യു ഇസ് ദാറ്റ് അങ്ങനല്ല ഒരു മകനെ ലോഞ്ച് ചെയ്യേണ്ടത്. യു ലോഞ്ച് വിത്ത് എ ഡിഫറെൻറ്റ് ബാനർ, യു ചൂസ് എ സബ്ജക്ട്, സ്റ്റാർട്ട് സ്ലോ, യു ഹാവ് ടു സ്റ്റാർട്ട് സംവെയർ, റൈറ്റ്? നിങ്ങൾക്ക് ഹീറോ ആയിട്ട് ലോഞ്ച് ചെയ്യാൻ. പിന്നെ എല്ലാ മക്കളും അടി എല്ലാവർക്കും വഴങ്ങത്തില്ല, ടൈമിങ് ആവത്തില്ല. ബിക്കോസ് ഫൈറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിനൊരു ടൈമിങ്, കോമഡി പറയുന്നതിൻ്റെ കൂട്ട, ഇറ്റ്സ് എ ടൈമിങ് ടു ഇറ്റ്. ആൻഡ് യു ഷുഡ്, പ്രേക്ഷകൻ അത് ഫീൽ ചെയ്യണം. ഇടിയൊക്കെ നമ്മൾ പറയത്തില്ലേ, പെപ്പയുടെ ഇടി കാണുമ്പോൾ കിൻഡലിന് ഉള്ള ഇടിയാണെന്ന്. അത് ദാറ്റ്സ് ബിക്കോസ് യു ഫീൽ ഇറ്റ്. ഹി ഹാസ് എ സ്റ്റേച്ചർ. ആ വ്യക്തിക്ക് ഒരു ഇടി, മറ്റേ ബോക്സിങ് പോലത്തെ ഒരു ഇടി ഇടിക്കാനുള്ള സ്റ്റേച്ചർ പെപ്പെ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പെപ്പയുടെ മുഖത്തും കയ്യിലും ഞരമ്പും കഴുത്തിലെ ഞരമ്പും എല്ലാം കൂടെ വരുമ്പോഴാണ് നമുക്ക് തോന്നുന്നത്, ഓ കിൻഡലിൻ്റെ ഇടിയാണല്ലോ എന്ന് പറഞ്ഞ പോലെ. നിങ്ങളുടെ മകൻ അല്ലെ മകൾ എന്തിനാണ് പ്രോമിനൻ്റ് ഉള്ളതെന്നുള്ള ഞാൻ അടി എന്ന് പറഞ്ഞുകൊണ്ട് അടിക്ക് കൊണ്ടുപോകണമെന്നല്ല ഞാൻ പറയുന്നത്. യു ഹാവ് ടു ഫൈൻഡ് ദ സ്ട്രെങ്ത്. വീക്ക്നെസ് ആണെങ്കിൽ വീക്ക്നെസ് ഒതുക്കി വെക്കണം. അങ്ങനെയുള്ള സാധനങ്ങൾ സ്ക്രീനിൽ വരികയും ചെയ്യരുത്. അതായത് യുവർ ഇൻറ്റൻഷൻ ഈസ് നോട്ട് ടു പ്രൂവ് ടു ദ വേൾഡ് ദറ്റ് മൈ സൺ നോ ഹൗ ടു ആക്ട്. ഇതല്ല നിങ്ങളുടെ ഇൻറ്റൻഷൻ. യുവർ ഇൻറ്റൻഷൻ ഈസ് ടു മേക്ക് ഹിം സക്സസ്ഫുൾ, അല്ലേ? ആ സക്സസ് ഫോമിലെ മാത്രം നിങ്ങൾ പിടിച്ച് മുമ്പോട്ട് പോവുക. വേറെ ജോണർ ഇട്ട് നിങ്ങൾ തിരിച്ചു മറിച്ചൊന്നും ജോണർ ഇട്ട് കളിക്കരുത്. അത് ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതാണ്. അതായത് ഒരു ഫസ്റ്റ് ജോണറിൽ ഒരു പടം ഇറങ്ങും, പിന്നെ ഒരു പ്രേമം ഇറങ്ങും, പിന്നെ വേറൊരു സാധനം ഇറങ്ങും. സി വാട്ട് ആർ യു ട്രൈങ് ടു പ്രൂവ് ദ വേൾഡ്? അഞ്ച് ജോണർ നിങ്ങൾ പടം ഇറക്കി, 5 ജോണറും ഫ്ലോപ്പായി. നിങ്ങളുടെ മകൻ എല്ലാ ജോണറും ചെയ്യാൻ പറ്റും എന്നാണോ പ്രൂവ് ചെയ്യുന്നത്? ബട്ട് ദാറ്റ്സ് എ റോങ് സ്ട്രാറ്റജി. പെപ്പെ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ബാക്കപ്പും ഇല്ലാതെ വന്ന ഒരു വ്യക്തിയാണ്. ഐ ആക്ച്വലി അഡ്മയർ ഹിം. എന്തിനാന്ന് വെച്ചാൽ പെപ്പെ ചില മൂവീസിൻ്റെ ഡിസിഷൻ പുള്ളി എടുത്തിട്ടുണ്ട്, അതായത് റോങ് ഡിസിഷൻസ്. ഇപ്പോൾ പെപ്പയുടെ ഒരു പടം എനിക്ക് വന്ന പടമാണ്. അപ്പോൾ ഞാനത് റിജക്റ്റ് ചെയ്തു. ബിക്കോസ് ഒന്നുമില്ല സ്ക്രിപ്റ്റിനകത്ത്. പെപ്പയുടെ അടുത്ത് ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് ഞാൻ പെപ്പേനെ കണ്ടപ്പോൾ പെപ്പയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, അപ്പോൾ പുള്ളിയുടെ സുഹൃത്തോ മറ്റുമാണ് ഡയറക്ടർ. അപ്പം നമ്മൾ പെപ്പ അത് കൊള്ളില്ല, സ്ക്രിപ്റ്റ് കൊള്ളില്ല, ഇത് നിങ്ങൾക്കത് വർക്കൗട്ട് ആയില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ വെൻ്റ് അഹെഡ് ആൻഡ് ഡിഡ് ഇറ്റ്. അത് എൻ്റെ ഒരു സുഹൃത്ത്, ദുബായിൽ നിന്നുള്ളൊരു സുഹൃത്താണ്, എൻ്റെ അടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല. പുള്ളി പോയിട്ട് അത് പ്രൊഡ്യൂസും ചെയ്തു. ടോട്ടൽ വൈപ്പ് ഔട്ട് ലോസ് പുള്ളിക്കാരന്, പ്രൊഡ്യൂസറിന്. തിയേറ്ററിൽ നിന്നും ഒന്നും കിട്ടിയിട്ടില്ല. ഐ ബിലീവ് ദ സാറ്റലൈറ്റ് OTT went on, and that also there was couple of other issues. കോപ്രൊഡ്യൂസറുമായിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ട്, പ്രൊഡ്യൂസറുമായിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ട് he didn't get anything end of the day. ആ പടങ്ങൾ ഫ്ലോപ്പായിരുന്നു. ഒരു 3-4 പടം പെപ്പയുടെ കണ്ടിന്യൂസ് ഫ്ലോപ്പായി. ബട്ട് പെപ്പെ ഹാസ് ഐഡൻറ്റിഫൈഡ് വൺ തിങ് ഇസ് ദാറ്റ്, അല്ലെങ്കിൽ പെപ്പേനെ ഉപയോഗിക്കാൻ അറിയുന്നവർ, അതായത് ലിജോ പോലുള്ളവർ, ടിനു പാപ്പച്ചൻ പോലുള്ളവർ, പെപ്പയെ ഉപയോഗിക്കാൻ അറിയുന്നവർ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. ഇപ്പോൾ RDX തന്നെ നിങ്ങൾ എടുത്തു നോക്കുക. പെപ്പെ ഈസ് ഗുഡ് ഇൻ ഫൈറ്റ്സ്. ഇടിക്ക് നല്ലതാണ് പെപ്പെ. അപ്പം പെപ്പെ എത്ര മൂവി ചെയ്തിട്ടുണ്ട് ടോട്ടൽ? 10 മൂവി പോലും പുള്ളി ചെയ്തിട്ടില്ല. പീപ്പിൾ ആർ ബാങ്ങിങ് ഹിം ടു ബി ദ നെക്സ്റ്റ് ബിഗ് തിങ്. അത് എനിക്കറിയാവുന്ന പേഴ്സണലായിട്ട് അറിയുന്ന കാര്യമുണ്ട്. 10-15 കോടിക്ക് പെപ്പേനെ വെച്ച് പടമെടുക്കാൻ ആൾക്കാർ റെഡിയായി തുടങ്ങി. And that's a big thing for an artist who have not even completed 10 movies. Because focus on what is your strength. അതിൽ ഫോക്കസ് ചെയ്ത് അതിൽ മുമ്പോട്ട് പോവുക. മക്കളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം ദയവായിട്ട് ഈ ഒരു കാര്യങ്ങൾ നോക്കുക. ദെൻ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, PR ഏജൻസി. ഒരു PR ഏജൻസി എന്തായാലും നിങ്ങൾ കാശ് പൊട്ടിക്കാൻ ഇറങ്ങി. നിങ്ങളുടെ മക്കൾ മെയിൻ കാസ്റ്റ് ചെയ്യേണ്ടെന്ന് ഞാൻ പറഞ്ഞു. മെയിൻ കാസ്റ്റ് ചെയ്തോട്ട്, ബട്ട് യു ക്യാൻ ഡു സൈഡ് റോൾസ് ആസ് വെൽ. സോ യു പ്ലേസ്മെൻറ്റ്, ഇത് മൂവി പ്ലേസ്മെൻറ്റ്സ് ആണ്. അതായത് ജനങ്ങളുടെ ഇടയിലേക്ക് നിങ്ങളുടെ മകൻ്റെ അല്ലെങ്കിൽ മകളുടെ ഫേസ് പ്രോമിനൻ്റ് ആക്കി, അതായത് യൂഷ്വൽ ആക്കി കൊണ്ടുവരണം. അക്സെപ്റ്റൻസ് കൊണ്ടുവരണം. അത് അവിടെ പ്രൊഡ്യൂസറിൻ്റെ മക്കളാണെന്ന് ഒരു കാരണവശാലും അറിയാനും പാടില്ല. 3rd, 4th മൂവി മുതൽ വേറെ പ്രൊഡക്ഷൻ ഹൗസസ് പേ ചെയ്ത് നിങ്ങളുടെ മകളെയോ കാസ്റ്റും ചെയ്യണം. PR ഏജൻസീനെ അപ്പോയിൻറ്റ് ചെയ്യണം ഫ്രം ദ day 1 or day 0. അതായത് പടം ഇറങ്ങുന്നതിന് മുമ്പേ, പടം ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പേ PR ഏജൻസീനെ അപ്പോയിൻറ്റ് ചെയ്യണം. ആൻഡ് യു ഷുഡ് സ്ട്രാറ്റജൈസ്. അതായത് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, X, YouTube, wherever the content comes, it has to be on a strategy of placement, strategy of impressions creative, household name ആക്കി മാറ്റുക. ന്യൂസ് പേപ്പറിൽ പ്ലേസ്മെൻറ്റ് വരിക. ടൈംസ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ടൈം, വാട്ട് യു നെയിം ദ ന്യൂസ് പേപ്പേഴ്സ്, അവിടെ പ്ലേസ്മെൻറ്റ്സ് വരിക, റൈറ്റപ്സ് വരിക.
വനിത പോലുള്ള മാഗസിനിൽ വരിക, ഗ്രഹലക്ഷ്മി, നാന, ഇങ്ങനെ ഒരുപാട് ഏരിയയിൽ സ്ലോ പ്ലേസ്മെൻറ്റ്, ഇറ്റ്സ് കോൾഡ് സംതിങ് കോൾഡ് എ സ്ലോ പൊസിഷൻ. ഇങ്ങനെ പ്ലേസ്മെൻറ്റ് വേണം. ആ PR ഏജൻസിക്കുള്ള പൈസ നിങ്ങൾ മുടക്കണം. ആൻഡ് നത്തിങ് കംസ് ചീപ്പ്. ഇഫ് യു തിങ്ക് ദാറ്റ് യു ക്യാൻ ഡു എ മൂവി ഫോർ 5 crore and you don't want to pay a PR agency their fair share, you are completely mistaken. എങ്ങും എത്താൻ പോകുന്നില്ല. ഒരു 5 നിങ്ങളുടെ കാശ്, ഇഷ്ടംപോലെ കാശ് നിങ്ങളുടെ കയ്യിൽ കാണും. ഒരു 5-6 പടം ചെയ്തു കഴിഞ്ഞ് മകൻ പൊട്ടിക്കഴിഞ്ഞ് ആരും അക്സെപ്റ്റ് ചെയ്യാതെ വരുമ്പം പുള്ളിക്കാരന് അല്ലെങ്കിൽ പുള്ളിക്കാരിക്ക് ഡിപ്രഷൻ വരും. നിങ്ങൾക്ക് എന്ത് തോന്നും? ഇത് വർക്കൗട്ട് ആവുന്നില്ല, ഇൻഡസ്ട്രി ഉള്ളവരും എല്ലാവരും എന്നെ പറ്റിക്കുന്നു എന്ന് പറയും. നോ, ദാറ്റ്സ് നോട്ട് ദ കേസ്. ഇൻഡസ്ട്രിയിലുള്ള ആരും നിങ്ങളെ പറ്റിച്ചിട്ടില്ല. യു ഡിസൈഡഡ് ദാറ്റ് ദിസ് ഇസ് ദ വേ, ദിസ് ഇസ് ദ റൈറ്റ് വേ. പിന്നെ ഇൻഡസ്ട്രിയിൽ നിങ്ങൾ കുറേ കാശും മോനെയും കൊണ്ടും അല്ലെങ്കിൽ മോളെയും കൊണ്ട് വരുമ്പം ഉണ്ടാകുന്ന ഒരു പ്രശ്നം വെച്ചാൽ ഓട്ടോമാറ്റിക്കലി എ കോക്കസ് കംസ് അറൗണ്ട്. എ കോക്കസ്, അതായത് കുറച്ച് ആൾക്കാർ നിങ്ങളെ ചുറ്റിപ്പറ്റി അങ്ങ് നിൽക്കും. എന്തിനാ വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ പൈസയുണ്ട്. ആ പൈസ തീരുന്നിടം വരെ ഈ ആൾക്കാരെല്ലാം നിങ്ങളുടെ കൂടെ കാണും. പൈസ തീർന്നു കഴിയുമ്പോൾ പതുക്കെ ഇവർ അവരുടെ വഴിക്ക് പോകും, നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകും. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ വരുന്ന ആൾക്കാരെല്ലാം ദേ ആർ ഹൈലി സക്സസ്ഫുൾ ഇൻ ദെയർ ബിസിനസ്സസ്, ഇൻ ദെയർ വർക്ക് പ്ലേസ്. ഭയങ്കര ഹൈലി സക്സസ്ഫുള്ളാണ്. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ പറ്റിക്കപ്പെടുന്നതെന്നാണ് ആ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. ബിക്കോസ് ഇഫ് യു ഹാവ് ടു ബി സക്സസ്ഫുൾ ഇൻ എ ഫോറിൻ കൺട്രി, US ആയിരിക്കട്ടെ, ദുബായിലായിക്കോട്ടെ, എവിടെയെങ്കിലും ഖത്തറിലായിക്കോട്ടെ, ഓസ്ട്രേലിയ, ഇവിടെ നിന്നൊക്കെ നിങ്ങൾ സക്സസ്ഫുൾ, ജർമ്മനി, യു ആർ സക്സസ്ഫുൾ ദെയർ. അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഇത്ര പൈസ ഉണ്ടാക്കാൻ സാധിച്ചത്. When you are becoming so much successful, you might have done something right to become successful. At the right time, at the right place, at the right moment. നിങ്ങൾ വന്നുകൊണ്ടാണല്ലോ, റൈറ്റ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾ കിട്ടിയോണ്ടാണ് നിങ്ങൾ അവിടെ സക്സസ്ഫുൾ ആയത്. അങ്ങനെ സക്സസ്ഫുൾ നിങ്ങൾക്ക് വന്നിട്ട് ഹൗ ക്യാൻ യു കം ആൻഡ് ലെറ്റ് യുവർ ഗാർഡ് ഡൗൺ? ഇവിടെ നിങ്ങൾ വന്നിട്ട് നിങ്ങളുടെ പരിചയം എടുത്ത് താഴേക്ക് വെക്കുമ്പോഴാണ് യു ഗെറ്റ് ചിങ്സ് ഇൻ യുവർ ആർമർ. നിങ്ങളുടെ ഗാർഡ് ഡൗൺ ആണ്. ഇവിടെ വരുന്നു, നിങ്ങൾ മറ്റേ വെള്ള ഗ്ലാസ്സിൽ വന്നിട്ട് പ്രൊഡക്ഷൻ മറ്റേ സൈറ്റിൽ വരുമ്പോൾ, ഷൂട്ടിംഗ് സെറ്റിൽ വരുമ്പം വെള്ള ഗ്ലാസ്സിൽ നിങ്ങൾക്ക് ചായ കൊണ്ടിരുന്നു, നിങ്ങളെ എല്ലാവരും ആദരിക്കുന്നു, വന്ന് ഡോറ് തുറന്നു തരുന്നു. യു ഗെറ്റ് ക്യാരിഡ് അവേ. എപ്പോഴും എൻ്റെ ബോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ട്രൈ ടു സീ തിങ്സ് ഇൻ സംബഡീസ് എൽസ് ഐസ്. സ്വന്തം കണ്ണ് മൂടപ്പെടരുതെന്ന് പറയും. മീൻസ് ഡോണ്ട് ലിസൺ ടു പീപ്പിൾ. അവർ നിങ്ങളുടെ കണ്ണ് മൂടിക്കെട്ടരുതെന്ന് പറയും. അതേ അഡ്വൈസ് തന്നെ, എൻ്റെ ബോസിൻ്റെ അഡ്വൈസ് തന്നെ എനിക്ക് നിങ്ങൾക്കും തരാറുണ്ട്. എനിക്കൊരു സൗത്ത് ആഫ്രിക്കൻ ബോസ് ഉണ്ടായിരുന്നു, ഞാൻ നേരത്തെ വർക്ക് ചെയ്ത കമ്പനിയിൽ. ഹി വാസ് എ കമാൻഡർ ഓഫ് സൗത്ത് ആഫ്രിക്കൻ ആർമി. ഐ സ്റ്റിൽ റിമെമ്പർ ഹിം. ഈസ് എൻ എക്സ്ട്രാ ജെന്റിൽമാൻ. പുള്ളി തന്ന ഒരുപാട് ഉപദേശങ്ങൾ എൻ്റെ കരിയർ ഗ്രോത്തിന് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്, എൻ്റെ ലൈഫിന് ഗുണം ചെയ്തിട്ടുണ്ട്. ഐ ബിലീവ് ഇപ്പം പുള്ളി ഐ തിങ്ക് ആഫ്രിക്കൻ ഏഷ്യ പസഫിക്കിൻ്റെ ഒരു മൈനിങ് കമ്പനിയുടെ ചീഫ് സെക്യൂരിറ്റി ഓഫീസറാണ്. ഈസ് ഇൻ എ ബിഗ് പൊസിഷൻ. So I still, Saibi, if you are listening to this, if you are ever hearing this one, I salute you for your spirit and to let me learn things in life. Saibran Vanders Pui, അതാണ് പുള്ളിയുടെ പേര്. Thank you very much for your support, Saibi. So coming back, അപ്പം ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതായത് ഞാൻ റീക്യാപ്പ് ചെയ്ത് പറയുന്നു. ഫസ്റ്റ്, ഫൈൻഡ് എ പ്രൊഡക്ഷൻ ഹൗസ് whom you can trust. ഞാൻ പറഞ്ഞ കോ പ്രൊഡക്ഷൻ മോഡൽ ഉണ്ടല്ലോ, ആ മോഡൽ സെറ്റ് ഔട്ട് ചെയ്യുക. ക്ലിയർ ഡിഫൈൻഡ് പാത്ത് സെറ്റ്, അത് റോഡ് മാപ്പ് എന്ന് പറയും കോർപ്പറേറ്റ് വേൾഡിൽ. ക്ലിയർ ഡിഫൈൻഡ് റോഡ് മാപ്പ് സെറ്റ് ഔട്ട് ചെയ്യുക. ജോണർ ചൂസ് ചെയ്യുക, അതിനനുസരിച്ച് ട്രെയിൻ ചെയ്യുക. ഗോ ഫോർ സ്ക്രിപ്റ്റ് ട്രെയിനിങ്. സ്ക്രിപ്റ്റ് ലോക്ക് ഇൻ ചെയ്ത സ്ക്രിപ്റ്റിനെ ബേസ് ചെയ്ത് ട്രെയിൻ ചെയ്യുക. ടു ഗെറ്റ് ദി റൈറ്റ് ഇമോഷൻസ് യു ഹാവ് ടു ഫൈൻഡ് എ റൈറ്റ് മാസ്റ്റർ ഫോർ ദാറ്റ്. ഒരു നല്ലൊരു ഒരു വ്യക്തി, അതായത് ഒരു ടീച്ചറിനെ അവിടെ വേണം. അത് ഷോർട്ട് ടേമാണ്, 30 ഡേയ്സിലേക്ക് നിങ്ങൾ എടുക്കുന്നു, നിങ്ങൾ ആ സ്ക്രിപ്റ്റിനെ ട്രെയിൻ ചെയ്യുന്നു. ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് എവറിത്തിങ് ഗോസ് ഔട്ട് ഇൻ എ കൺട്രോൾഡ് എൻവയൺമെൻറ്റ്. ഇങ്ങനെ നിങ്ങൾ പോവുക. അത് കഴിഞ്ഞിട്ട് വലിയ ആർട്ടിസ്റ്റിൻ്റെ പടങ്ങളിലേക്ക് ഗസ്റ്റ് റോളിൽ പ്ലേസ് ചെയ്യുക. പൈസ ഒന്നും മേടിക്കണ്ട, ജസ്റ്റ് ഗസ്റ്റ് റോൾ. അതും PR-ൻ്റെ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് വരും. ഗസ്റ്റ് റോളിലേക്ക് പ്ലേസ് ചെയ്യുക. അപ്പം പെട്ടെന്ന് ചിന്തിക്കും, ആരാടാ ഇത്, മമ്മൂട്ടിയുടെ കൂടെ അഭിനയിച്ച ആ പയ്യൻ ആരാ എന്ന് ചിന്തിക്കും. ദാറ്റ്സ് ഹൗ യു പ്ലേസ് ഇറ്റ്. ഇങ്ങനെ പോയി ഒരു 3-4 പടം നിങ്ങൾ ചെയ്ത് കഴിയുമ്പം യുവർ കിഡ്സ് വിൽ സ്റ്റാർട്ട് ഗെറ്റിംഗ് ഇൻ കോൾസ്. ആ ഇൻ കോൾസ് കിട്ടുമ്പം ചാടിക്കയറി 25 ലക്ഷം രൂപ വേണം, 50 ലക്ഷം രൂപ വേണം എന്നൊന്നും ഡിമാൻഡ്സ് ചെയ്യരുത്. യുവർ ഇൻറ്റൻഷൻ ഇസ് ടു ഗെറ്റ് ടു നോ. ഫേക്കായിട്ടുള്ള ഒരു
ഒരു സ്ട്രക്ചർ, അതായത് റെമ്യൂണറേഷൻ സ്ട്രക്ചർ ക്രിയേറ്റും ചെയ്യരുത്. അതായത് എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. ഇവിടെ ഒരു അറിയപ്പെടുന്നൊരു നടൻ്റെ, മീൻസ് ഹീസ് എ വെരി സീനിയർ ഗായ്. മകനെ വെച്ചിട്ട് ഞാനൊരു പടം പിടിക്കാൻ തീരുമാനിച്ചു. സ്ക്രിപ്റ്റ് റെഡിയായി, ഡയറക്ടർ റെഡിയായി, എല്ലാം റെഡിയായി. ഞാൻ ആ നടൻ അഭിനയിച്ച് സെറ്റിൽ പോയിട്ട് ഞാൻ പുള്ളിക്കാരനെ കണ്ടിട്ട് പറഞ്ഞു, എനിക്ക് മകനെ ഞാൻ ലോഞ്ച് ചെയ്യാം, പക്ഷെങ്കിൽ ദ കണ്ടീഷൻ ഇസ് ദാറ്റ് ഞാൻ ഇത്രയും കാശ് നിങ്ങൾക്ക് തരുള്ളൂ. അന്നത്തെ സമയത്ത് ഐ ബിലീവ് ഇറ്റ് വാസ് 10 lakhs. 10 ലക്ഷം രൂപ ഞാൻ തരത്തുള്ളൂ. ബാക്കി ഒരു 10-15 ലക്ഷം രൂപ ഐ വിൽ എൻഗേജ് ദ PR ഏജൻസി ആൻഡ് ഐ വിൽ ക്രിയേറ്റ് എ സ്ട്രക്ചർ ഇൻക്ലൂഡിങ് ഫാൻസ് ക്ലബ്, ഓൾ ദോസ് തിങ്സ്. ഞാൻ സ്ട്രക്ചർ ക്രിയേറ്റ് എടുത്തിട്ട് ഞാൻ ലോഞ്ച് ചെയ്യാം. അപ്പം ആ നടൻ ചെയ്തതെന്ന് വെച്ചാൽ വാട്സപ്പ് തുറന്നിട്ട് എനിക്ക് ഒരു കോൺട്രാക്റ്റ് കാണിച്ചു. അതായത് അടുത്ത പുള്ളിക്കാരനൊരു പടം കമ്മിറ്റ് ചെയ്തേക്കുന്നത് 25 ലക്ഷം രൂപയ്ക്ക്. ആ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ആളുടെ പേര് പറയുന്നില്ല, ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും അറിയാം. അതായത് സ്ഥിരം കോൺട്രാക്റ്റ്, നടന്മാർക്ക് ഹൈ കാശ് കൊടുത്ത് കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്ന ഒരാളാണ്. അതായത് 50 ലക്ഷം രൂപയ്ക്ക് നടന്നുകൊണ്ടിരുന്ന നടനെ വിളിച്ചിട്ട് പറയും, എടാ ഞാൻ 1 കോടി രൂപ മേടിച്ചു തരാം, പുതിയ പ്രൊഡ്യൂസറാണ്, പക്ഷേ 25 ലക്ഷം രൂപ എനിക്ക് വേണം, 75 നീ പിടിച്ചു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പല ഇൻഡസ്ട്രിയിലും ഉണ്ട്. അങ്ങനെയുള്ള ഒരാൾ ചെയ്ത കോൺട്രാക്റ്റാണ്. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഓക്കെ നടക്കട്ടെ, എനിക്ക് 10 ലക്ഷം രൂപ അഫോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ മോന് ഇപ്പം സ്റ്റാർ വാല്യൂം ഒന്നുമില്ല, 25 ലക്ഷം രൂപ ഞാൻ തന്ന് പ്ലസ് ഞാൻ PR ഏജൻസി, എന്തായാലും PR ഏജൻസിനെ അപ്പോയിൻറ്റ് ചെയ്യാതെ പുള്ളിക്കാരനെ ആരും അറിയാൻ പോകുന്നില്ല. ഇന്ന് ആ നടന്, അതായത് 5 വർഷം 2018 എൻ്റെ നടന്ന സംഭവമാണ്. കുഞ്ചാക്കോ ബോബൻ്റെ ഒരു സെറ്റിലാണ് ഞാൻ പോയി പുള്ളിക്കാരനെ കാണുന്നത്. അപ്പം ഇന്ന് 5 വർഷത്തിനിപ്പം ആ നടൻ ഇൻഡസ്ട്രിയിലേ ഇല്ല. ഈസ് കംപ്ലീറ്റ്ലി ഔട്ട്. ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലും ഒരു പടത്തിൽ തല കാണിച്ച് പോകുന്നുണ്ടെങ്കിലും ഹീസ് റിട്ടേൺ ഓഫ് ബൈ ദി ഇൻഡസ്ട്രി. ഇനി ഒരു കംബാക്ക് പുള്ളി ചെയ്യണം. ആൻഡ് ഐ ഗ്രേറ്റ്ലി വിഷ് ഹിം ഓൾ ദ സക്സസ്. പുള്ളി തിരിച്ചു വരട്ടെ എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരു പടവും പുള്ളി തല കാണിച്ച് ഒരു പടവും ഓടിയിട്ടില്ല. ബിക്കോസ് ഹി വാസ് നോട്ട് ലോഞ്ച്ഡ് പ്രോപ്പർലി. ഒരു നടൻ്റെ ലോഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതർവൈസ് യു ഹാവ് ടു ടേക്ക് എ ബ്രേക്ക് ആൻഡ് കം ബാക്ക്. നമ്മുടെ ഫഹദൊക്കെ ചെയ്ത പോലെ ആദ്യത്തെ പടത്തിൽ വന്നു, എല്ലാവരും കൂവി തോൽപ്പിച്ച് വിട്ടു. ആൻഡ് ദെൻ ഹി മേഡ് എ കം ബാക്ക്. He went back, he learned, he adapted, he experienced, and he came back. Now he is ruling the industry. Everybody wants Fahad. ഇതൊരു സ്റ്റോറിയാണ്. സോ മൈ അഡ്വൈസ് ടു ഓൾ ദ പ്രൊഡ്യൂസേഴ്സ് ഔട്ട് ദെയർ, പ്രൊഡ്യൂസേഴ്സ് ഔട്ട് ദെയർ, നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ, അതായത് മ്യൂസിക് ആയിക്കോട്ടെ, ടെക്നിക്കൽ ലൈനപ്പ് ആയിക്കോട്ടെ, ആർട്ടിസ്റ്റിംഗ് ആയിക്കോട്ടെ, ഡോണ്ട് പുഷ് യുവർ സെൽഫ് ഫോർവേഡ്. ബിക്കോസ് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ മലയാളികൾ തിരിച്ച് പുഷ് ചെയ്യും. ദേ ഡു നോട്ട് അക്സെപ്റ്റ് അറഗൻസ്. ഇത് ഒരു മലയാളികളും പ്രേക്ഷകന് അക്സെപ്റ്റ് ചെയ്യാത്തൊരു കാര്യമാണ്. അതായത് പണത്തിൻ്റെ ഹുങ്ക്, അത് ഇവിടെ വർക്കൗട്ട് ആവില്ല. അത് വർക്കൗട്ട് ആവുന്ന ഇൻഡസ്ട്രീസ് ഉണ്ടാവാം. അവിടെയൊക്കെ നിങ്ങൾ ഭയങ്കരമായിട്ട് മ്യൂസിക് ലോഞ്ച് നടത്തുന്നു, ഇവൻ്റ് നടത്തുന്നു, ട്രെയിലർ ലോഞ്ച് നടത്തുന്നു, 5 സ്റ്റാർ ഹോട്ടലിൽ വെച്ച് പൂജ നടത്തുന്നു. ഇതൊക്കെ വർക്കൗട്ട് ആവുന്ന ഇൻഡസ്ട്രീസ് ഉണ്ട്. ബട്ട് ഡസൻറ്റ് വർക്കൗട്ട് ഇൻ മലയാളം. സോ ഇഫ് യു വാണ്ട് ടു ഗോ ദാറ്റ് വേ, യു ആർ ഇൻ ദ റോങ് ഇൻഡസ്ട്രി. സോ ഐ ബിലീവ് ഞാൻ ആ വ്യക്തിയുടെ ഇമെയിൽ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഐ ബിലീവ് ഹാവ് എ സെറ്റ് എ സ്ട്രാറ്റജി ഫോർ യു. ഈ ഭാവിയിൽ ഈ വീഡിയോ ഇവിടെ കിടക്കുമല്ലോ, യൂട്യൂബിൽ ലോഞ്ച് ചെയ്യുമ്പോൾ ഇത് കിടക്കും. എന്തെങ്കിലും കാണുന്ന ആൾക്കാർ നിങ്ങളുടെ മക്കളെ ലോഞ്ച് ചെയ്യാണ്ടെങ്കിൽ ഓൾവേസ് റിമെമ്പർ വാട്ട് ഐ ടോൾഡ്. ദിസ് ഓൾ കമ്മിങ് ഫ്രം ആൻ എക്സ്പീരിയൻസ് ബാക്ക്ഗ്രൗണ്ട്. ഇവിടെ സക്സസ്ഫുൾ ആയിട്ട് ലോഞ്ച് ചെയ്ത് നടന്മാരുണ്ട്. ദ മോസ്റ്റ് എക്സാമ്പിൾ ഇസ് പൃഥ്വിരാജ് is a classic example. Dulgar is an example, how they were launched and how they were taken forward and where they have reached in their life now. So there is a strategy behind it. ചുമ്മാ ഒരു സുപ്രഭാതത്തിൽ വന്ന് കയറി പോയതല്ല. അണ്ടിൽ സി നടന്മാരുടെ മക്കളെയൊക്കെ ലോഞ്ച് ചെയ്യും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, മലയാളം ഇൻഡസ്ട്രി ഈസ് ബ്രൂട്ടൽ ഇൻ ടേംസ് ഓഫ് ആർട്ടിസ്റ്റ്. അതായത് ആർട്ടിസ്റ്റിൻ്റെ മക്കളെ ലോഞ്ച് ചെയ്ത് വർക്കൗട്ട് ആയില്ലെങ്കിൽ 1-2 പടം അക്സെപ്റ്റൻസ്. അത് കഴിയുമ്പോൾ എത്ര വലിയ നടൻ്റെ മകനോ മകളോ ആണെങ്കിലും റിജക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ പ്രോപ്പപ്പ് ചെയ്യും. ഇപ്പം പല നടന്മാരും ഇപ്പം പ്രോപ്പപ്പ് ചെയ്യുന്നുണ്ട്. പ്രോപ്പപ്പ് ചെയ്യുന്നത് വെച്ചാൽ നോണായിട്ടുള്ള ഡയറക്ടറിനെ പിടിക്കുക, നോണായിട്ടുള്ള ഒരു പ്രൊഡ്യൂസറിനെ പിടിക്കുക, അവർക്ക് ഫണ്ട് ചെയ്ത് പ്രോപ്പപ്പ് ചെയ്യാൻ നോക്കുക. ഇറ്റ് ഓൾ വിൽ വർക്ക് ഔട്ട്, ബട്ട് സംബഡി ഹാസ് ടു കം ആൻഡ് പേ ഫോർ യു, റൈറ്റ്? അതായത് നിങ്ങളുടെ സൂപ്പർ മാർക്കറ്റിൽ ഒരു പ്രൊഡക്റ്റ് വെച്ചു, നിങ്ങളാണ് അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഓണർ. നിങ്ങൾ സൂപ്പർ മാർക്കറ്റ് കൗണ്ടറിൽ കൊണ്ട് ആ പ്രൊഡക്റ്റ് വെച്ചു, എന്നിട്ട് നിങ്ങൾ തന്നെ അത് മേടിക്കുന്നു. സോ നിങ്ങൾ മേടിക്കുന്ന കണ്ടുകൊണ്ട് വേറെ ആൾക്കാരും അത് മേടിക്കാൻ വരുന്നു.
പക്ഷെ വേറെ ആൾക്കാർ മേടിക്കാൻ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇമാജിൻ ഇറ്റ്സ് യുവർ പ്രൊഡക്റ്റ്, യു ഹാവ് പ്ലേസ്ഡ് ഇറ്റ്, ഓൺലി യു ആർ ബൈ. ആ സാഹചര്യം ഒരിക്കലും ഒരു നടനോ ടെക്നീഷ്യനോ ആരായാലും, നിങ്ങൾ ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആരായാലും അവർക്കുണ്ടാവാൻ പാടില്ല. സംവെയർ അലോങ് ദ ലൈൻ പീപ്പിൾ ഷുഡ് സ്റ്റാർട്ട് പിക്കിങ് ഇറ്റ് അപ്പ്. അതായത് വേറെ പ്രൊഡ്യൂസർ, ഡയറക്ടർ വന്നിട്ട് പറയണം, എനിക്കൊരു സബ്ജക്റ്റ് വന്നിട്ടുണ്ട്, ഇത് വരുന്നു, ഗസ്റ്റ് റോൾ ചെയ്യുക, നല്ല ഗസ്റ്റ് റോൾ ചെയ്യുക. അതിന് യാതൊരു അഭിമാന പ്രശ്നവും നിങ്ങൾക്ക് തോന്നേണ്ട കാര്യമില്ല. ഗസ്റ്റ് റോൾസ് ചെയ്യുന്ന ബുദ്ധിപരമായിട്ട് ഇപ്പോൾ 10 പടം പൊട്ടിയാലും ചിലപ്പം ഒരു ഗസ്റ്റ് റോൾ ചെയ്യുമ്പം ആ ഗസ്റ്റ് റോൾ ആരുടെ കൂടെ ചെയ്തു, ഇപ്പം മമ്മൂക്കയുടെ കൂടെ ഒക്കെ ചെയ്ത് മമ്മൂക്കയുടെ പടം ഹിറ്റ് ആകുമ്പം യു ഓൾസോ വിൽ ബി നോൺ, യു വിൽ ബി പാർട്ട് ഓഫ് ഇറ്റ്. അങ്ങനെ മാത്രം കരുതുക. എനിവേ, താങ്ക് യു വെരി മച്ച് ഗൈസ്. താങ്ക് യു ഫോർ ലിസണിങ് ടു മീ. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഉത്തരം പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ എനിത്തിങ് യു ഹാവ് ഡൗട്ട്സ് പ്ലീസ് മെയിൽ മീ. എൻ്റെ മെയിൽ അഡ്രസ്സ് ഈ വീഡിയോയുടെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടുണ്ട്. All mails will be answered, or I will be, if it affects a wider audience, I will be coming and presenting it as an episode. So thank you very much for listening to me. Please like, share and subscribe.